ഇനി ഗ്രാഫിക്സ് എക്സാമിന് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും പരീക്ഷ നന്നായി എഴുതുവാൻ സാധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗ്രാഫിക്സ് പരീക്ഷയ്ക്ക് S1 കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ KTU S1 ഗ്രാഫിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ പഠിക്കുവാൻ നിങ്ങൾക്ക് ഏതാണ്ട് 10 ദിവസത്തെ തന്നെ ഗ്യാപ്പ് KTU നൽകിയിട്ടുണ്ട്. ഇത്രയും ഗ്യാപ്പ് നൽകിയത് കൊണ്ട് തന്നെ ഇനി പരീക്ഷ കുറച്ച് കടുപ്പമാണെങ്കിൽ പോലും വാല്യുവേഷൻ ലിബറൽ ആകുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പഠിക്കാതെ ഈവൻ ഇന്ന് മുതലെങ്കിലും പഠിക്കുവാൻ തുടങ്ങുന്ന കുട്ടികൾ പോലും ഒരു തരത്തിലും പരീക്ഷയെ പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ അത്രയും മികച്ച അവസരങ്ങളാണ് ഉള്ളത്. അതിൻ്റെ കാരണം എന്തെന്നാൽ M-Sigma ഗോകുലം എന്നൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിലൂടെ ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓരോ മൊഡ്യൂളുകളും ഓരോ ദിവസങ്ങളിലായിട്ടാണ് ക്ലാസ്സുകൾ നൽകുന്നത്. ഇതുവരെ 2 മൊഡ്യൂളുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 3ാമത്തെ മൊഡ്യൂൾ മുതൽ നാളെ തൊട്ട് ആരംഭിക്കും. കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകൾ എല്ലാം വളരെ വേഗത്തിൽ കണ്ടു തീർക്കാനും ചെയ്തു പഠിക്കുവാനും ഇഷ്ടം പോലെ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാഫിക്സിൽ നല്ല രീതിയിൽ തന്നെ ഐഡിയ കിട്ടും. യൂട്യൂബിന്റെ ലിങ്കും വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അവർ നടത്തുന്ന ക്ലാസ്സുകളുടെ ഒരു മാതൃക വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായി കാണിക്കുന്നുണ്ട്. ഇത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇനി പരീക്ഷയ്ക്ക് സപ്ലി അടിക്കുന്നതിലും മാർക്ക് കുറയുന്നതിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാന്ന് വെച്ചു. പക്ഷെ നിങ്ങൾ എല്ലാത്തിലും കാണുന്ന ഒരു ടേം ഉണ്ട്, നോക്കിയേ, പ്രൊജക്ഷൻ അല്ലെ, പ്രൊജക്ഷൻ അല്ലെ, ഇവിടെ പ്രൊജക്ഷൻ. അപ്പൊ എല്ലായിടത്തും ഉള്ള ഒരു ടേം ആണ്, പ്രൊജക്ഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗ്രാഫിക്സിൽ നമുക്ക് പഠിക്കാൻ. 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നിങ്ങളെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ അംബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് പറയുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ലെ, ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് പഠിക്കാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ഡേ 1 പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡേ 1 ലൈൻസിന്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ ആ ഡേ 1 രാത്രി തന്നെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഫുൾ റിവൈസ് ചെയ്യണം. ഓക്കെ, ഫുൾ റിവൈസ് ചെയ്ത് വരച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 2 നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, ഡേ 2 പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് കവർ ചെയ്യും. ഡേ 3 സെക്ഷൻ ഓഫ് സോളിഡ്സും കവർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഈ ഫസ്റ്റ് 3 മൊഡ്യൂൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സാം പാസ്സായി. ഓക്കെ, എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൊഡ്യൂൾ 4 ഐസോമെട്രിക് പ്രൊജക്ഷൻസ് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുവാണ്, യൂട്യൂബിൽ ക്ലാസ് കാണുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് M-Sigma ഗോകുലം അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ക്ലാസുകൾ നടത്തുന്നതിന്റെ മാതൃക. എല്ലാവരും മാക്സിമം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുക. ഇത് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നന്ദി.